സർബത്ത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് ചട്ടി വെച്ച്, ഇതൊക്കെ ആ പരിസരമൊന്നും നോക്കണ്ട കേട്ടോ, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കത്തുന്നതാണ്, അത് കാരണം കൊണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളെ. ഓക്കെ, ഇത്രയും പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നോക്കിക്കോട്ടോ. ഇതിങ്ങനെ വറുത്തെടുക്കണം. ഇത് ഒന്ന് ചുവന്ന കളറ് വരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ ഉരുക്കി വരും. ഓക്കെ, ഇതിങ്ങനെ നല്ല ഒരു ചുവന്ന കളറാകുന്നത് വരെ നമ്മൾ ഈ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഉരുക്കാം. ഇതാണ് നമ്മുടെ നാടൻ സർബത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. നന്നാരിയൊക്കെ ഞങ്ങൾ പറമ്പിൽ നിന്ന് തന്നെ കൊത്തിക്കളച്ചെടുത്തിട്ടുള്ളതാണ്. നറുനാരി നിങ്ങൾക്ക് ആയുർവേദ പീടികളിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ അതിനേക്കാളും ഗുണം അവനവൻ്റെ പറമ്പിലുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ചുവന്ന കളറായി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം.
ഒഴിച്ചത് കൊണ്ട് മാത്രം അത് കട്ടിയാവില്ല. ഇത് കട്ടിയാകാൻ നമ്മളിതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിത് 5-6 ബോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒഴുകി പോകും. ഇതൊരു 2-3.5 കിലോ 4 കിലോൻ്റെ അടുത്ത് വരെ പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇനി ടൈറ്റായി വരണം. ഈ ടൈറ്റായി വരുന്നതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നറുനാരി ഇട്ട് കൊടുക്കുന്നത്. നറുനാരി എങ്ങനെ ഇട്ട് കൊടുക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഇതവിടെ ഇരുന്ന് കുറുകട്ടെ. എടുക്കാം. ക്യാരറ്റ് കുത്തി എടുത്ത കാരണം കൊണ്ടുള്ള ചളിയുടെ കളറാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, കണ്ടോ ഇത്ര ക്യാരറ്റ്. ഇത് നമ്മളൊന്ന് ചതയ്ക്കണം. ചതച്ചിട്ട് വേണം അതിലേക്ക് ഇടാൻ. ഈ വേരുകളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഇങ്ങനെ തിളച്ച് സർബത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് പാലക്കാടൻ ചൂടിനെ പ്രതിരോധിക്കാനുള്ള സർബത്താണ്, നറുനാരി സർബത്ത്. ഓക്കെ, നിങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നന്നാരി സർബത്ത്. ഓക്കെ, ഇനി എല്ലാവർക്കും വീട്ടുകളിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ കളർ എങ്ങനെയാണ് ഈ ചുവന്ന കളർ വരുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഞാൻ പഞ്ചസാര വറുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, നല്ലോണം മൂപ്പിക്കുന്നത്, ചുവക്കും വരെ മൂപ്പിക്കണം. എന്നതിന് ശേഷം വെള്ളം ആഡ് ചെയ്യാം. അതിന് ശേഷം ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കുറുക്കാനുള്ള പഞ്ചസാര ഇടുക. ഇങ്ങനെ ഒരു കുറുകി വരും, ഇങ്ങനെ നൂല് പോലെ ആവുമ്പോൾ ഇറക്കി വയ്ക്കുക.